ഈ കുഞ്ചാക്കോ ബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കോ ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആളുകൾ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുതൽ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എഫോർട്ടും കൂടി കാണുന്ന സിനിമയായിരിക്കും ജയ് ഗണേഷ്. ഞാൻ പക്ഷെ പണ്ട് തൊട്ടേ അങ്ങനെ കണ്ടിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് പത്തിലും ടു ബി ഓണസ്റ്റ് ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് ബുക്ക് ഫോളോ ചെയ്തു തോന്നുന്നു. അപ്പൊ ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയ ഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയ ഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതുണ്ട്. ഇറ്റ് ഈസ് ദയർ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ജയ ഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയാം. പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി. മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര്, ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെ കുറിച്ച്. ഞാൻ അതുകൊണ്ട് ഉണ്ണി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരും ചോദിച്ചിട്ട് ഇത്രയും കാല് വെച്ചുകൊണ്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് താങ്ക് യു. ഈ നടികരുടെ ട്രെയിലറിലെ ഉണ്ണിമുതൽ ഫാൻസിനെ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഉണ്ണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയമാണ്. ഉണ്ണി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം, പുള്ളി ആദ്യത്തെ സിനിമ അഭിനയിച്ചു മല്ലു സിംഗ് അഭിനയിച്ച് അത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അഭിനയം നിർത്തി ഗുജറാത്തിൽ പോയ ആളാണ് ഉണ്ണി. ഗുജറാത്തിൽ പോയി പിന്നെ അവിടെ തിരിച്ചു വന്നോട്ട് കോളേജിൽ ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ ഒരുമിച്ച് അവർ കോളേജിൽ സ്റ്റുഡൻസ്. അപ്പൊ അതായത് എനിക്ക് പുള്ളിയുടെ ഒരു ഗുജറാത്തിലൊക്കെ വളർന്നതിന്റെ കൾച്ചർ കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഒരു നായകൻ ഇവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാൻ, കേരളത്തിൽ പഠിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ കുറെ ചർച്ചകൾ അതിനെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ് ഉണ്ണി. പുള്ളി ഒരു വേറൊരു ചെറിയൊരു സ്പിരിച്വൽ തൊലവൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഇപ്പൊ ഈ ഗാർഹസ്ഥ്യത്തിലേക്കൊന്നും പോവാതെ നേരെ മറ്റേ ഇതിലോട്ട് ബ്രഹ്മചര്യത്തിലൂടെ തോന്നിയൊരു സംശയമുണ്ട്. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം മലയാള സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ ആളുകൾ അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നു. അതിൽ വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ ഇപ്പൊ റിലീസ് ആവുന്നില്ല എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിലീസ് മലയാള ഫിലിംസ് തമിഴ്. അപ്പോൾ ജയ് ഗണേഷ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്തു, അതിനെ പറ്റിയാണ് ആഗ്രഹമുണ്ട്. ഐ മീൻ ഞാൻ പറഞ്ഞു സിനിമ മാക്സിമം ട്രാവൽ ചെയ്യിപ്പിക്കണം ആഗ്രഹമുണ്ട്. പ്രൈമറി ജയ് ഗണേഷ് ഒരു ഈ പാൻ ഇന്ത്യ ടേം എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. എടുക്കുന്ന എല്ലാ സിനിമയും അല്ല എന്ത് അഗൈൻ ഐ എം ജസ്റ്റ് ടു ഫാസ്റ്റ്. ഇപ്പൊ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതാ പറയുന്നത് വെച്ചാൽ നമുക്ക് ദാറ്റ് ഈസ് ക്രിയേറ്റീവ് ടീമിന് നമുക്ക് തോന്നിയത് ഒരു മലയാള സിനിമയാണ്. ആൻഡ് അത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്തിട്ട് അന്യഭാഷയിൽ ഡബ് ചെയ്തിട്ട് പുറത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള നമുക്ക് ഓഫീസ് വന്നതാണ്. നമ്മള് അവര് തെറ്റില്ലാത്തൊരു പൈസ ഓഫർ ചെയ്താൽ ഞങ്ങളത് വേണ്ട ഡിസൈഡ് ചെയ്തത്. അത് വേണ്ടാന്ന് വെച്ചു എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചോയ്സ് ആണത്. ഇതെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ എടുക്കാം, പോയാൽ നമുക്ക് പോയി എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ അതിനെ കാണുന്ന വേറെ വിഷയമില്ല. വി വാണ്ട് ഇറ്റ് ടു ബി സീൻ ആസ് എ മലയാളം ഫിലിം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മുടെ വിഷയം. എസ്പെഷ്യലി ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ചെയ്തുകൊണ്ടും കുറച്ചിങ്ങനെ ഇതിനെ കുറിച്ച് ചർച്ചകളൊക്കെ വന്നതുകൊണ്ട് ഓബ്വിയസ്ലി ആൾക്കാർ നമുക്ക് ഓഫേഴ്സ് വന്നു അതെങ്ങനെ ചെയ്യണത്. ബട്ട് രഞ്ജിത്തിനുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ഗോവാസ് മലയാളം ഫിലിം ഡെഫിനറ്റ്ലി അവിടെ റിലീസ് ഉണ്ട്. മാർക്കറ്റിംഗ് ബിക്കോസ് ഇത് കേരളത്തിലെ ആൾക്കാർ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു 90% ഓഫ് മൈ പ്രൊമോഷണൽ പ്ലാൻ കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചേക്കുന്നത്.
ഇനി ഞങ്ങൾ ദുബായി പോകുന്നുണ്ട്, ദെൻ ചെന്നൈ, ബാംഗ്ലൂർ. ഞാനിപ്പോ ഗുജറാത്തിൽ പോയിട്ട് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോഴും ജയഗണേഷ് 11 ആയിരുന്നു ടീമിന്റെ പേര്. ഞങ്ങൾ ഫൈനൽസ് വരെ എത്തി. അവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് ബീങ് വെരി എന്താ പറയാ ലൈറ്റർ നോട്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എന്റെ സിനിമയുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാറുണ്ട്. സോ ഐ ഡോണ്ട് ഫോളോ എ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ പ്രൈമറിലി ബിക്കോസ് നമ്മൾ ഈ പടത്തിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സിനിമ ഇപ്പൊ നമുക്ക് വേറെ പല ഓഫേഴ്സ് വന്നു, ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ പടത്തിന് സൂട്ട് ആവില്ല എന്ന് ഈസിലി ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ നമുക്ക് വർക്ക് ആവില്ല. ദാറ്റ് ഈസ് റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കണ്ട, ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ സ്റ്റാൻഡില്ല. ബിക്കോസ് അങ്ങനത്തെ കുറെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ മുന്നേ വന്ന സിനിമകൾ ചെയ്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചിലപ്പോൾ സൂട്ടാവില്ല, ചിലത് സൂട്ടാവും. വി ആർ അപ്പ് ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയുണ്ട്. എന്റെ ലൈഫ് തന്നെ മാറ്റി പറിച്ചത് മലയാള സിനിമയാണ്. ഞാൻ തുടങ്ങിയത് തമിഴിൽ നിന്നാണെങ്കിലും എനിക്കൊരു രഞ്ജിത്ത് പറഞ്ഞ മല്ലു സിംഗ് ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റും അടിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞു, ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഒരു 5 സിനിമകൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മർ ആയിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി അവിടെ നിൽക്കുന്നുണ്ട് ക്ലാസ്മേറ്റ്. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐ വാസ് 25-26 ബൈ ദെൻ. എനിക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷെ ഞാൻ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പഠിത്തം പിന്നെ നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും നാളെ ഈദും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ, വിഷു ആശംസകൾ. കുടുംബസമേതം നിങ്ങൾ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 19 പേരുണ്ട്, 100 പേരുണ്ടെന്ന് വിചാരിക്കുന്നു. സോ യു ടേക്ക് യുവർ ഫാമിലീസ്, അവരെ സിനിമ കാണിച്ചു കൊടുക്കും, ഫീഡ്ബാക്ക് അറിയിക്കും. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അല്ലേ? ഓക്കെ, താങ്ക് യു.